സാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് സ്വർണത്തിന്റെ വില കുതിച്ചു വരുന്നു എന്നാണ്. 1,25,000 മുകളിൽ വരെ എത്തി. പക്ഷേ ഇപ്പോൾ വില ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. എന്താണ് ഈ വില കൂടുന്നു വില കുറയുന്നു കാരണം? പ്രധാനമായിട്ടും സ്വർണവും അതുപോലെ വെള്ളി, വെള്ളിക്കും വെള്ളി, പ്ലാറ്റിനം, പല്ലാഡിയം, ഇങ്ങനെ വെള്ളിക്ക് വല്ലാതെ അങ്ങ് കൂടിയതെ. അപ്പൊ ഇതിപ്പോ ഈ നന്നായിട്ട് കൂടിയിരിക്കുമ്പോ ഓഹരി ഒക്കെ ചെയ്യില്ലേ, വിറ്റഴിച്ചിട്ട് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയായിട്ട് നടന്നത് സ്വർണത്തിന്റെ കാര്യത്തില്. അപ്പോൾ സ്വർണം 9% വില കുറഞ്ഞു, വെള്ളി 11% വില കുറഞ്ഞു. അപ്പോൾ വ്യാഴാഴ്ചയാണ് ഈ ശതകോടികൾ വിറ്റ് ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണവില ഇരട്ടിച്ചിരുന്നു. ഒരു കൊല്ലം കൊണ്ട് 1 ഔൺസിന് $5,000 മുകളിൽ കടന്നു. 5000 എന്നുള്ള ഇത് മാജിക് നമ്പർ കടന്ന് 5600 വരെ എത്തി സ്വർണത്തിൻ്റെ വില ഔൺസിന്. ജനുവരിയിൽ മാത്രം 60% കൂടി. 2025 140. വെള്ളിയുടെ കാര്യം പറയുകയാണ്. വെള്ളിക്ക് ജനുവരിയിൽ മാത്രം 60% വില കൂടി. 2025 ആകെ വെള്ളിക്ക് 140% വില കൂടി. അപ്പോൾ വെള്ളിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയ ഓഹരികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പൈസ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് അത്തരം ആളുകൾ, വ്യക്തികളും ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും ഈ ലോഹങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിക്ഷേപം. അത് പിന്നെ ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമല്ലോ, ഭാവിയിൽ ഇത്ര വരും എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടത്തുന്നത്. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാഴവും വെള്ളിയായിട്ട് വിറ്റഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വില കുറയുന്നത്. ETF, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതായത് സ്വർണം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചില്ലേ, എക്സ്ചേഞ്ചുകളിലും ഒക്കെ ട്രേഡ് ചെയ്യുന്നതിനാണ് ETF എന്ന് പറയുന്നത്. ആ ETF കച്ചവടം ഗംഭീരമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളിക്ക് സ്വർണത്തിനേക്കാൾ വില കൂടിക്കഴിഞ്ഞാൽ നില അസ്ഥിരമാണ് എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ. അപ്പോൾ ഈ സെൽ ഓഫ് എന്ന് പറയുന്ന അവസ്ഥയാണിത്, വിറ്റഴിക്കുക. ആ വിറ്റഴിക്കുന്നത് കാരണം ഈ ലാർജ് ക്യാപ്പ്, അമേരിക്കയിൽ ലാർജ് ക്യാപ്പ് US സ്റ്റോക്സ്, ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുന്ന മൂലധനം ഉണ്ടാക്കിയിരിക്കുന്ന ഓഹരികൾ, വലിയ വിലയൊക്കെയുള്ള വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഓഹരികൾ വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് പോലുള്ള ഓഹരികളുടെ വില കീഴ്പോട്ട് പോന്നു. അങ്ങനെ കീഴ്പോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ട ഈ ബാങ്കുകളൊക്കെ കണ്ട ബാലൻസ് ചെയ്യണമല്ലോ, അവർ കണ്ടത് ഈ വലിയ ഓഹരികളുടെ വില ഇടിയുമ്പോൾ അവരുടെ ഈ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാനായിട്ട് കണ്ടൊരു വിദ്യ സ്വർണവും വെള്ളിയും വിൽക്കുക, വിറ്റിട്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. നഷ്ടം വരുമല്ലോ, ഈ മൈക്രോസോഫ്റ്റ് പോലുള്ള ഓഹരികളുടെ വില ഇടിയുമ്പോൾ നഷ്ടം വരുമല്ലോ. അപ്പൊ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ സ്വർണം, വെള്ളി, വലിയ ഓഹരികൾ ഒക്കെ ചേർന്നതായിരിക്കും. അപ്പൊ എന്നാ പിന്നെ നമുക്കിപ്പോ സ്വർണം വിൽക്കാം, അതിന് വില കൂടിയിരിക്കുകയാണല്ലോ, നമ്മൾ കുറഞ്ഞ സമയത്ത് മേടിച്ചതാണല്ലോ, ഇപ്പൊ വിൽക്കാം, അപ്പോൾ കൂടുതൽ വില കിട്ടുന്നു, മറ്റേ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ബാങ്കുകളും സ്ഥാപനങ്ങളും ഒക്കെ സ്വർണം വിറ്റഴിക്കാനും തുടങ്ങി. വലിയ ഓഹരികളുടെ വില അമേരിക്കയിൽ ഇടിഞ്ഞപ്പോൾ, മൈക്രോസോഫ്റ്റ് പോലെ. അപ്പോൾ ഒറ്റ സെഷനിൽ 11% ഇടിഞ്ഞു. ഈ ടെക്നിക്കൽ, ഈ IT ഓഹരികളൊക്കെ ഇല്ലേ, ടെക്നിക്കൽ സെക്ടറിലൊക്കെ ഇടിഞ്ഞു. അപ്പോൾ റിസ്ക് കുറയ്ക്കണ്ടേ, സമ്പത്തിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഓഹരി ഉടമകൾ സ്വർണം വിൽക്കാം, വെള്ളി വിൽക്കാം എന്ന് തീരുമാനിച്ചു. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടെന്ന് വെക്കാം എന്ന് തീരുമാനിച്ചിട്ട് വിറ്റഴിക്കാൻ തുടങ്ങി. അപ്പോൾ ബാങ്കുകൾ
ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, സ്വർണവും വെള്ളിയും, ETF ഫ്യൂച്ചേഴ്സ്, ഇതിലൊക്കെ ഇങ്ങനെ ബാലൻസ് ഷീറ്റിലെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി വിറ്റഴിക്കുകയാണ് സ്വർണവും വെള്ളിയും. അപ്പോൾ ഈ സ്വർണവും വെള്ളിയും ഇങ്ങനെ വ്യാഴാഴ്ച രാജ്യാന്തര മാർക്കറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ വിൽക്കുമ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ എന്നൊരു സംശയം വന്നിരുന്നു. മൊത്തത്തിൽ ഈ ഓഹരി വിപണിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ, സ്വർണം മൊത്തത്തിൽ കൂപ്പ് കുത്തുമോ എന്നൊക്കെയുള്ള സംശയം. അങ്ങനെ മാനിപ്പുലേഷൻ അല്ല. എപ്പോഴും ഈ ഓഹരി വിപണിയിൽ ഒരു കറക്ഷൻ നടക്കും. ആവശ്യമില്ലാതെ വില അനാവശ്യമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കറക്ഷൻ വരും, തിരുത്ത്. ആ തിരുത്താണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്കുള്ള ഒരു വിലയിലേക്ക് സ്വർണം വന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ വെള്ളിയാഴ്ച ETF 23% വിറ്റഴിച്ചിട്ടുണ്ട് സ്വർണം എന്ന് കണക്കുകളുണ്ട്. പക്ഷെ സ്വർണത്തിൻ്റെ വില ഔൺസിന് ഇപ്പം 5000 ചില്ലുവാനല്ലേ, 5200 എന്നൊക്കെ പറയുന്നത്. ഈ വർഷാവസാനം ആകുമ്പോൾ അത് 6200 വരെ വരാം എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വില ഇപ്പം ഇടിയുന്നത് കണക്കാക്കേണ്ടതില്ല. സ്വർണത്തിൻ്റെ വില ഉയരുക തന്നെ ചെയ്യും, ഇനി മുകളിലേക്ക് തന്നെ പോകും. 2026 ഒടുവിൽ ഈ കറക്ഷൻ നടന്നിട്ട്, തിരുത്ത് നടന്നിട്ട് 5900 വന്ന് നിൽക്കും എന്നാണ് ഇപ്പോൾ ഈ വലിയ ബാങ്കുകളൊക്കെ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സൊക്കെ പ്രവചിക്കുന്നത്. 5900 വന്ന് നിൽക്കും. 6200 എത്തിയിട്ട് 5900 വന്ന് ഈ വർഷാവസാനം ഔൺസിൽ നിൽക്കും എന്നാണ്. പിന്നെ ക്രിപ്റ്റോ രംഗത്തും അവർ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വലിയ തോതിൽ തുടങ്ങി. ക്രിപ്റ്റോ അതും ഈ വില കൂടാനായിട്ട് കാര്യം. അവരുടെ നിക്ഷേപത്തിൽ 10 മുതൽ 15% വരെ സ്വർണം ക്രിപ്റ്റോ കറൻസി മേഖലയിലും അങ്ങനെ വന്നു. അപ്പോൾ വെള്ളി, പ്ലാറ്റിനം, പല്ലാഡിയം, ആ വിപണി സ്വർണത്തിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ വിപണിയാണ്. വില കൂടിയിട്ടുണ്ടെങ്കിൽ പോലും വിപണി ചെറുതാണ്. അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് അതിന് ഉണ്ടാകാനില്ല. അപ്പോൾ സ്വർണം, വെള്ളിയുമായി ബന്ധപ്പെട്ട ഓഹരികൾ, ഫണ്ടുകൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ തോതിൽ വിൽപ്പന നടന്നിരിക്കുന്നത്. ഈ സിൽവറും വെള്ളി, പ്ലാറ്റിനം, പല്ലാഡിയം വിപണി ചെറുതായതുകൊണ്ട് സ്വർണത്തിനേക്കാൾ അത് വൾണറബിൾ ആണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇടിവ് തട്ടുന്ന വിപണിയാണ് വെള്ളി, പ്ലാറ്റിനം, പല്ലാഡിയം എന്നൊക്കെ പറയുന്നത്. സ്വർണത്തിനെ അങ്ങനെ ബാധിക്കില്ല, ഒരുപാട് അങ്ങോട്ട് ഇടിഞ്ഞു പോവില്ല. അതിന് ഒരു സ്ഥിരത എപ്പോഴും ഉണ്ടാവും. വെള്ളിയാഴ്ച ഈ വെള്ളിയുടെ വില 15% ഇടിഞ്ഞ് $98.66 ഔൺസിന് ആയി. 100 കടന്നിരുന്നതാണ്. അപ്പോൾ 15% ഇടിഞ്ഞു. വെള്ളിയൊക്കെ വലിയ തോതിൽ ഇടിഞ്ഞു എന്ന് വരും. സ്വർണം അങ്ങനെ വലിയ തോതിൽ ഇടിയുകയില്ല. അപ്പോൾ ഫെഡറൽ റിസർവ് ഇല്ലേ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ റിസർവ് ബാങ്ക്, ആ അമേരിക്കയുടെ ഫെഡ് റിസർവിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് ട്രംപ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. പലിശ നിരക്ക് കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അവിടുത്തെ ഗവർണർ. ഇപ്പോൾ ജെറോം പവലിനെ മാറ്റിയിട്ട് ഇപ്പോൾ മെയിൽ പുതിയ ആളെ ഇന്നലെ നാമനിർദ്ദേശം ചെയ്തു ട്രംപ്. മെയിൽ ചുമതലയേൽക്കും. കെവിൻ വാർഷ് ആണ് ഗവർണറായിട്ട് വരുന്നത്. ഈ ഒരു മാറ്റവും ഈ വിപണിയെ, സ്വർണ്ണ വിപണിയൊക്കെ ബാധിച്ചുകൊണ്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇതാരായിരിക്കും ഇനി വരുന്നത് എന്ന്. അപ്പോൾ കെവിൻ വാർഷ് എന്ന് പറയുന്ന ആള് മുമ്പ് 2008 ഈ വിപണിയിൽ വലിയ മാന്ദ്യവും പ്രതിസന്ധിയും വന്നപ്പോൾ അവിടെ ഫെഡ് റിസർവ് ഗവർണർ ആയിരുന്ന ആളാണ്. ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ അയാൾ റേറ്റ് കട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ ഇത്തവണ ഈ റേറ്റ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ട്രംപിന് അവിടെ റിസർവ് ബാങ്കിൻ്റെ, ഫെഡ് റിസർവിൻ്റെ പലിശ നിരക്ക് 1% താഴ്ന്നു നിൽക്കണം. അതാണ് ട്രംപിൻ്റെ ആവശ്യം.
ഇപ്പോൾ 3.6 ആണ്. അത് 1% താഴെ താഴെയാണ്. നിർത്തണം. അതാണ് പുതിയ ഗവർണറുടെ നിയമനം അവിടെ നടന്നിരിക്കുന്നു. അതും ഒരു ഇൻഫർമേഷനാണ്. അപ്പൊ എൻ്റെ പൊന്നെ നമ്മൾ പറയേണ്ടി വരും അല്ലേ സാർ? അതായത് വലിയ വ്യത്യാസം സ്വർണത്തിൻ്റെ. ഇപ്പോൾ അതൊരു കറക്ഷൻ നടക്കുന്നുണ്ട്. ആ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഹരിയായിട്ട് കരുതുന്ന സ്വർണം ഉണ്ടല്ലോ, ആ അത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്വർണവും വെള്ളിയും കിട്ടുന്ന സമയത്ത് വിറ്റഴിച്ച് പണം അത് വന്നതിൻ്റെ വേറൊരു കാര്യം, മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനി ജയൻസിന്റെ ഓഹരി വില വല്ലാതെ അങ്ങ് താഴാൻ തുടങ്ങി. അപ്പോൾ ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വർണം നമ്മുടെ കയ്യിലുള്ള സ്വർണം അങ്ങ് അതിന് വില കൂടിയിട്ടുണ്ടല്ലോ. നമ്മൾ മേടിച്ചപ്പോൾ 70,000 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 1.25 ലക്ഷം ആയാലും നമുക്ക് വിറ്റ് ഇപ്പൊ ലാഭം ഉണ്ടാക്കിയേക്കാം എന്ന് കരുതുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.